എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജോഗ്രഫി പ്രീവിയസ് ഇയർ ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 10th പ്രിലിംസ് എഴുതുന്നവർ വീഡിയോ മുഴുവൻ കാണണം. വരുന്ന എല്ലാ എക്സാമിനും ഇത് യൂസ്ഫുൾ ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില. ഈ ചുരങ്ങൾ റിപ്പീറ്റഡ് PYQ ആണ്. അപ്പോൾ നമുക്ക് SCRTയിലെ നോക്കാം. ഈ വീഡിയോ SCRT ടെക്സ്റ്റ് ബേസ് ചെയ്തുള്ളതാണ്. PSCക്ക് ചോദിക്കുന്ന എല്ലാം SCRTയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ഹിമാചൽ പ്രദേശ് ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ് നാഥുല. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ് നാഥുല. നാഥുല റിപ്പീറ്റഡ് PYQ ആണ്. ഓർത്തിരിക്കാനൊരു കോഡ് നാഥുല. നാത്തൂന് എപ്പോഴും സിക്കാന്ന് ഓർത്താൽ മതി. നാത്തൂന് എപ്പോഴും സിക്കാന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് സിക്കിം കിട്ടും. അങ്ങനെ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലുള്ളത് ലിപുലേഖ്. നമ്മുടെ ലിപ്പ് ഉത്തരഭാഗത്തല്ലേ, അപ്പം അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് എല്ലാം ഓർത്തിരിക്കണം. പിന്നെ ഷിപ്കിലയിലെ ഷിപ്പ് എടുക്കുക. ഹിമാചൽ പ്രദേശിന് ഹിമമെന്ന് ഓർക്കുക. ഹിമത്തെ വന്ന് ഷിപ്പ് പിടിച്ചു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കാൻ എന്തെങ്കിലും കോഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ പറയാം. ലിപുലേഖ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ഷിപ്കില, ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ സോജില, സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ നാഥുല. അടുത്ത ക്വസ്റ്റ്യൻ. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ നോക്കാം. ഖാരിഫ് വിളയിറക്കുന്നത് മൺസൂണിൻ്റെ ആരംഭം, അതായത് ജൂൺ മാസത്തിൽ. വിളവെടുക്കുന്നത് നവംബർ ആദ്യ വാരം, അതായത് മൺസൂണിൻ്റെ അവസാനം. റാബി ആണെങ്കിൽ നവംബർ മധ്യത്തിലാണ്, ശൈത്യകാലത്തിൻ്റെ ആരംഭത്താണ് റാബി വിള ഇറക്കുന്നത്. വിളവെടുക്കുന്നത് മാർച്ച്, വേനലിൻ്റെ ആരംഭം. സെയ്ദ് മാർച്ചിൽ വിളയിറക്കും, ജൂണിൽ വിളവെടുപ്പ്. പ്രധാന വിളകൾ പഠിക്കണം. ഖാരിഫ് വിളയാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഒന്നുകൂടെ പറയാം. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. റാബി വിളയാണ് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. റാബി വിളയാണ് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. സൈദാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. സെയ്ദ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കോഡ് എന്തെങ്കിലും ഉപയോഗിച്ച് ഓർത്തിരിക്കണം. അടുത്ത് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാതയാണ് നാഷണൽ വാട്ടർവേ 2. നാഷണൽ വാട്ടർവേ 2. നമുക്ക് SCRT ടേബിൾ നോക്കാം. ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ്, അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. നാഷണൽ വാട്ടർവേ 1 ഗംഗാ നദിയിലാണ്, അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. അതിൻ്റെ നീളം 1620 കിലോമീറ്ററാണ്. 1620 കിലോമീറ്റർ. അടുത്തത് ദേശീയ ജലപാത 2 നാഷണൽ വാട്ടർവേ 2 ബ്രഹ്മപുത്ര നദിയിലാണ്, സദിയ മുതൽ ദുബ്രി വരെയാണ്. ബ്രഹ്മപുത്ര നദിയിലാണ്, സദിയ മുതൽ ദുബ്രി വരെയാണ്. അതിൻ്റെ നീളം 891 കിലോമീറ്ററാണ്. അടുത്തത് ദേശീയ ജലപാത 3 ആണ്. കേരളത്തിലാണത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. പക്ഷേ ഇപ്പോൾ അത് കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. പശ്ചിമ തീര കനാൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ നീളം 205 കിലോമീറ്റർ. ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ നീളം പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുണ്ട്. ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദിയിലാണ്, കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ്. കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ്. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയാണ്. നീളം 623. നീളം 623. ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. നമുക്ക് ടേബിൾ നോക്കാം.
ഇതെല്ലാം എസ് സി ആർ ടി ഉള്ളതാണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ ജംഷഡ്പൂർ ആണ് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ വെസ്റ്റ് ബംഗാളിലാണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. പൊതുമേഖലയിലെ ആദ്യത്തേത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ, ഇത് റിപ്പീറ്റഡ് ആണ്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, കർണാടകമാണ്. അടുത്തത് ഈ 4 റിപ്പീറ്റഡ് PYQ ആണ്. ഭിലായി, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ. ഭിലായി ഛത്തീസ്ഗഡിലാണ്. 1959 റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായി. അടുത്തത് റൂർക്കേല. റൂർക്കേല ഒഡീഷയിലാണ്. 1959 ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഇത് റിപ്പീറ്റഡ് PYQ ആണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ്, ഒഡീഷയിലാണ്. അടുത്തത് ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്. അത് UK സഹായത്തോടാണ്. 1962. അടുത്തത് ബൊക്കാറോ ആണ്. ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സഹായത്തോടാണ്. ഇത് 4 പഠിക്കണം. റിപ്പീറ്റഡ് PYQ ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജ്ജം, ജൈവവാതകവും സൗരോർജ്ജവും, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഇതെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇത് ഓർത്തിരിക്കാനൊരു കോഡുണ്ട്. പാരമ്പര്യേതര എന്ന് പറയുമ്പം തരൂ എന്ന് ഓർത്താൽ മതി, തീർന്നാലും തന്നുകൊണ്ടിരിക്കും, അങ്ങനെയുള്ളതാണ്. സൗരോർജ്ജം സൂര്യനിൽ നിന്ന്, അങ്ങനെ പാരമ്പര്യേതര എന്ന് വെച്ചാൽ നമുക്ക് തരും. പാരമ്പര്യം എന്ന് വെച്ചാൽ പിന്നെ അത് നമുക്ക് കിട്ടില്ല. പെട്രോളിയം, പ്രകൃതിവാതകം, അങ്ങനത്തെയൊക്കെ. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതുവിഭവങ്ങളാണ് നാം ഏറെക്കാലമായി ഊർജ്ജ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത്തരം ഊർജ്ജ സ്രോതസ്സുകളെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് കൽക്കരി, പെട്രോളിയം എന്നിവ. എന്നാൽ ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവ ആയതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് കൊണ്ട് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണവും സൃഷ്ടിക്കുന്നു. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയേറ്റം, അതിൽ നിന്നുള്ള ഊർജ്ജം, ജൈവവാതകം, ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. നമുക്ക് തരും എന്നാണ്. പാരമ്പര്യം എന്ന് വെച്ചാൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. പെട്രോൾ, പ്രകൃതിവാതകം, കൽക്കരി, അതൊക്കെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. ഇമ്പോർട്ടൻ്റ് ആണ് കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേ 1998 നിർമ്മാണം പൂർത്തീകരിച്ചു. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണ്. 760 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും പഠിച്ചാൽ മതി. നിർമ്മാണം പൂർത്തീകരിച്ചത് 1998. എവിടെ വരെയാണ്? മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ. പിന്നെ നീളവും ഇമ്പോർട്ടൻ്റ് ആണ്, 760 കിലോമീറ്റർ. അടുത്തത് ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങളാണ്. റിപ്പീറ്റഡ് PYQ ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. താരാപൂർ മഹാരാഷ്ട്ര, റാവത്പട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടക, കാക്രപാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. താരാപൂർ മഹാരാഷ്ട്ര, റാവത്പട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടകം, കാക്രപാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി ആ ചാപ്റ്ററിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടെ നോക്കാം. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. റബ്ബറിൻ്റെ ജന്മദേശം 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് വില്യം ഹെൻറിയാണ്. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമുക്ക് ധാതു ഇന്ധനങ്ങൾ നോക്കാം. മെയിനായിട്ടുള്ള ഒന്നാണ് കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്നത് ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരമുള്ള കൽക്കരിയാണ്. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപ്പാദന സംസ്ഥാനങ്ങൾ. ജാർഖണ്ഡിലെ ഛാറിയയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. റിപ്പീറ്റഡ് PYQ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഖണ്ഡിലെ ഛാറിയാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. ലിഗ്നൈറ്റ് എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിക്കും. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നതാണ് ലിഗ്നൈറ്റ്. അടുത്തത് പെട്രോളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോൾ ഖനനം ചെയ്തത് എവിടെയാണെന്ന് ചോദിക്കും.
ആസാമിലെ ഡിഗ്ബോയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോൾ ഖനനം ചെയ്തത് ആസാമിലെ ഡിഗ്ബോയിലാണ്. അതുപോലെ തന്നെ മാറിപ്പോയില്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്, മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ്. ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ആസാമിലെ ദിഗ്ബോയാണ്. പക്ഷെങ്കിൽ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്.